നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നവീൻ വക്കീല് വിവാഹ നിശ്ചയത്തിന് പോവാനായിട്ട് ഇറങ്ങണ സമയത്ത് നരസിംഹ വക്കീല് പറഞ്ഞു, അല്ല, എന്നെ മൂർത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു നിശ്ചയത്തിന് ചെല്ലാനായിട്ട്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, ആദർശൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതാ ഞാൻ പോണേന്ന് പറഞ്ഞു. ആ സമയത്ത് വക്കീല് പറഞ്ഞു, എങ്കിൽ ശരി, മോൻ പോയിട്ട് വരാൻ പറഞ്ഞു. നവീൻ പറഞ്ഞു, ഇങ്ങനെ ഈ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഞാനും എത്രമാത്രം ആഗ്രഹിച്ചിരുന്നറിയോ? നല്ല പെൺകുട്ടിയല്ലേ അവന് കിട്ടാൻ പോകുന്നേ, ആണോ? എന്നിട്ടാണോ നീ അവന്തികയെ വേണ്ടെന്ന് പറഞ്ഞേ? അവള് നല്ല പെൺകുട്ടിയാണെങ്കിൽ പിന്നെ എന്താടാ നീ വേണ്ടെന്ന് പറഞ്ഞേ? അത് പിന്നെ അച്ഛനറിയാലോ, എനിക്ക് അവളോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് പഠിക്കുന്ന കാലം മുതലേ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അല്ല, ഇത് തന്നെയല്ലേ അനിയും പറയണേ, അവന് താല്പര്യം ഇല്ലാന്ന്. അവന് മുമ്പോട്ട് അറിയാവുന്നതുകൊണ്ടാണോ? അങ്ങനെ നമുക്കറിയില്ലല്ലോ. എന്താണെങ്കിലും അനിക്ക് ചേരുന്ന പെൺകുട്ടി അവന്തിക. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന അനിയുടെ കല്യാണം നേരത്തെ നടന്നാണെങ്കിലും അനാമിക അനിയും തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ അവന്തികയ്ക്ക് അറിയാലോ. അങ്ങനെയുള്ള സാഹചര്യത്തില് കുടുംബത്തിൽ നിന്നുള്ളൊരു പെൺകുട്ടി തന്നെയാവുന്ന എന്തുകൊണ്ടും അനിക്ക് നല്ലത്. അത് ശരിയാ. അല്ല, ഈ അനാമികയായിട്ടുള്ള ഡിവോഴ്സും കാര്യങ്ങളും നടന്നിട്ടില്ലല്ലോ. അപ്പൊ അത് പ്രശ്നമാവൂടാ മോനെ? എവിടുന്ന്? ഈ പറയുന്ന വേണുവിന്റെ അനാമികയ്ക്കൊക്കെ എന്തേലും കോമ്പൻസേഷൻ കിട്ടിയാൽ മതി. അതുകൊണ്ട് അവർക്ക് ആ കാര്യത്തിലൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഓ, ഇങ്ങനെയും കുറെ ജന്മങ്ങള് എന്ന് നരസിംഹ വക്കീല് പറഞ്ഞു. എങ്കിൽ ശരി, മോൻ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നവീൻ ഇറങ്ങുന്നത്. നവീൻ എങ്ങനെയെങ്കിലും അനി അവന്തികം തമ്മിലുള്ള വിവാഹം നടന്നാൽ മതി എന്നൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിലല്ലേ നന്ദുവിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ഈ സമയം നന്ദു വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ട് വന്നു. ഗോവിന്ദൻ വന്നിട്ട് പറഞ്ഞു, മോളെ, ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞു. പോയിട്ട് വച്ചാന്ന് പറഞ്ഞു. എന്താ മോളെ, മോളുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? മോള് അനിയുമായിട്ടുള്ള അവന്തികയുടെ വിവാഹം അത് നടക്കട്ടെ എന്ന് പറയുമെങ്കിലും മോളുടെ മുഖത്ത് അതിൻ്റെതായ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല എനിക്കറിയാം മോളുടെ മനസ്സിന് വിഷമം എന്താന്ന്. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഈ പറയുന്ന നയനെ നവിയെ ആ വീട്ടിലെ മരുമക്കളായിട്ട് പോകുന്ന ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ചിന്തിച്ചിട്ട് കൂടിയില്ല. പക്ഷെ അങ്ങനെ ആയില്ലേ. പക്ഷേങ്കില് ഇപ്പൊ കണ്ടില്ലേ, മോളുടെ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നടക്കാൻ പാടില്ലാത്ത ആഗ്രഹങ്ങളാ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. വേണ്ട മോളെ, എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹം ഉണ്ടെ അതും കൂടെ എടുത്തു കളഞ്ഞേരെ, നമുക്കതൊന്നും ചേരത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കനക ഒരുങ്ങി അങ്ങോട്ടേക്ക് വരുന്നേ. കനക വന്നിട്ട് പറഞ്ഞു, ഇറങ്ങിയാലോ ഗോവിന്ദേട്ടാ? ഇറങ്ങാന്ന് പറഞ്ഞു. നന്ദൂട്ടാ, ദേ, നീ ഇന്ന് പോകുന്നുണ്ടോന്ന് ചോദിച്ചു. പോവാതെ ഞാൻ പിന്നെ എന്തിനാ പോവാതിരിക്കുന്ന? അനാവശ്യമായിട്ട് ഞാൻ ലീവ് എടുക്കില്ലെന്ന് അറിയാലോ. നന്ദൂട്ടൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, കല്യാണത്തിന് പോവാ അനിയുടെ. വേണേ തലേ ദിവസം പോയേക്കാം. അതെ, എനിക്ക് കല്യാണം കൂടണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഞാൻ കല്യാണത്തിനും ഇല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് കനക നന്ദുവിനെ ഒന്ന് നോക്കി. നന്ദുവിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അല്ല നന്ദൂട്ട, എങ്ങനെയുണ്ട്? ഞാൻ ഈ സാരി എടുത്തിട്ട് ഇത് അമ്മ എന്നെ നേരത്തെ ഉടുത്ത് കാണിച്ചിട്ടുള്ളതല്ലേ, അത് അമ്മയ്ക്ക് ചേരും, നല്ലതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, ഇത് മോളെടുത്ത് തന്നാ ഈ ഷർട്ടും മുണ്ടും, അതിട്ടോണ്ടാ ഞാൻ പോണേന്ന് പറഞ്ഞു. ശരി അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ അവര് യാത്ര പറഞ്ഞങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പത്തിന് നന്ദുവിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഈ സമയത്ത് കനകൻ ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ടാ കണ്ടില്ലേ, നന്ദുവിന് മോഹം ശ്രദ്ധിച്ചോ? വല്ലാത്തൊരു വിഷമമുണ്ട്. അനിയുടെ കല്യാണം കഴിയുന്നതിൽ അവൾക്ക് സങ്കടമില്ലെന്ന് പറഞ്ഞാലും അവളുടെ മുഖത്തത് ശരിക്കും പ്രതിഫലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് അച്ഛനും അമ്മയും കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പത്തിന് നന്ദു ഒരു ഒറ്റ കരച്ചിലായിരുന്നു. അത്ര സമയം പിടിച്ചു വെച്ചിരുന്ന ആ ഒരു സങ്കടം പൊട്ടി ഒഴുകുവാണ് നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അനിയുടെ വിവാഹം നിശ്ചയം ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഇതേ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, എനിക്കൊരു താല്പര്യമില്ലാത്ത മട്ടില്ല അവന്റെ പെരുമാറ്റം കാര്യങ്ങളും. മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അല്ലേലും അനിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. അവൻ ഈ ബന്ധത്തിനും താല്പര്യമൊന്നുമില്ല. പക്ഷെ അവന്തിക മോൾ അവന്റെ ഭാര്യയായിട്ട് വരുവാണെങ്കിൽ നല്ലതല്ലേ? എല്ലാ കാര്യങ്ങളും അവന്തികയ്ക്ക് അറിയാം. അപ്പൊ പിന്നെ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല എന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ. അല്ലെങ്കിലും അനിയുടെ മനസ്സിലുള്ള ആഗ്രഹം നടപ്പാക്കാനായിട്ട് ജാനകി സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജാനകി എതിർത്ത് നിൽക്കും. ജാനകി മാത്രമല്ല, പിന്നെ നന്ദുവിന്റെ വീട്ടിൽ നമ്മളെ കല്യാണാലോചനയായിട്ട് ചെന്നല്ലായിരുന്നു. ഒടുവിൽ എന്തായി? അവർക്ക് ഒട്ടും സമ്മതമല്ല. പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ വെറുതെ ഒരു റിസ്ക് എടുക്കുന്നത്? അതിന്റെ കാര്യമുണ്ടോ? അതൊക്കെ അറിഞ്ഞിട്ടല്ലേ നമ്മൾ ആ ബന്ധം വേണ്ടെന്ന് വെച്ചേ. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ. പക്ഷെ അവന്റെ വേദന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എത്രയാണെങ്കിലും അവന് വിധിച്ചല്ലേ കിട്ടത്തുള്ളൂ. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മുത്തശ്ശി പറഞ്ഞു, അതെ, ഈ കല്യാണം അങ്ങോട്ട് മംഗളാരമായിട്ട് നടത്തുക, അത്ര മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് കനികയും ഗോവിന്ദനും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും
മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു, അല്ല നന്ദു വന്നിട്ടില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ നന്ദുവിന് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ടാ വരാത്തേന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, "ഉം, അതെ, അതോ മനഃപൂർവ്വം നിങ്ങൾ കൊണ്ടുവരാത്താണോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കനകയും കോന്നിനും പരസ്പരം ഒന്ന് നോക്കി. പിന്നീട് കനക പറഞ്ഞു, അതെ, ഞങ്ങൾ കൊണ്ടുവരാത്ത തന്നെയാ, വെറുതെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നേ. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, ചിലപ്പോൾ ഇവിടെയുള്ള പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ, ഞങ്ങൾക്ക് നന്ദു ഇങ്ങോട്ടേക്ക് വരുന്നതിനോട് തന്നെയായിരുന്നു താല്പര്യം എന്ന് പറഞ്ഞു. കോയെന്ന് പറഞ്ഞു, അത് സാരമില്ല മൂർത്തി സാറേ, നന്ദുവിനും വരാൻ താല്പര്യമില്ലായിരുന്നു, നന്ദുവും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അടുത്ത കാറ് വന്ന് നിന്നു. അതിനകത്തൊന്ന് നവീൻ ഇറങ്ങി. അതെ, കല്യാണം കഴിക്കാത്ത അടുത്തയാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നവീൻ അങ്ങോട്ട് വന്നു. നവീൻ വന്നിട്ട് ചോദിച്ചു, അല്ല അനി എന്തേന്ന് ചോദിച്ചു. അതെ, അനിയെ അവരുടെ ചേട്ടന്മാര് ഒരുക്കിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അല്ല ഇനി എന്നാ അവിടെ ഒരു കല്യാണം എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ നവീൻ പറഞ്ഞു, എന്റെ ഇഷ്ടത്തിന് അമ്മ സമ്മതിക്കണ്ടേ, അമ്മ സമ്മതിച്ചല്ലേ, അമ്മ എപ്പോ സമ്മതിക്കുന്നോ പിന്നെ എന്താണെങ്കിലും എന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടിയുണ്ട്, അവളുമായിട്ട് എന്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം, പ്രായം കൂടി കൂടിക്കൊണ്ട് വരിക. അതൊക്കെ എനിക്കറിയാം മുത്തശ്ശി, പക്ഷേ അമ്മയുടെ എതിർപ്പ് കാരണം എത്ര നാളും വൈകിയത്, അമ്മ എപ്പോൾ സമ്മതിക്കുന്നോ അപ്പൊ പിന്നെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങോട്ട് കയറിപ്പോയി. മുത്തശ്ശൻ പറഞ്ഞു, നല്ല സ്വഭാവമുള്ള പയ്യനാ, പക്ഷെ എന്ത് ചെയ്യാനാ, അമ്മയും മോനും തമ്മിലുള്ള ഉടക്ക്. അമ്മയ്ക്ക് ഇഷ്ടമില്ല മോന്റെ മനസ്സിലെ പെൺകുട്ടി, അവന് കുറെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഗോവെന്ന് പറഞ്ഞു, ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ കാണും, നമ്മൾ എത്ര പറഞ്ഞാലും അതൊന്നും അവർക്ക് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് അനിയെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആദർശും അഭിയും കൂടെ ചേർന്നിട്ട്. അനിയുടെ മുഖത്ത് ഒരു സന്തോഷവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അഭി വന്നിട്ട് അനിയോട് പറഞ്ഞു, ഇതെന്താടാ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കണേ, നീ ഒന്ന് ചിരിക്കുമെങ്കിലും ചെയ്യും. ചിരിക്കാനായിട്ട് എനിക്കിഷ്ടമില്ലാത്ത ബന്ധം അത്, പിന്നെ ഞാൻ എങ്ങനെയാ ചിരിക്കുന്നേ, അനാമിയായിട്ടുള്ള ബന്ധം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, അതുപോലെ തന്നെയാണ് ഇവളുമായിട്ടുള്ള ബന്ധം. എടാ അതിന് അവള് പാവ, എന്റെ സ്വഭാവമൊന്നുമല്ല, എന്റെ അമ്മയുടെ സ്വഭാവമല്ല. എടാ അവള് പാവമാണ് പോലും, അവള് നല്ലവളായിരുന്നെങ്കിൽ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ അവള് പിന്മാറുമായിരുന്നു, അതിന് പകരം അവൾ എന്താ ചെയ്തത്, അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവള് നിൽക്കുകയല്ലേ ചെയ്തത്. ആദർശ് പറഞ്ഞു, എടാ അവന്തിക നല്ല കുട്ടിയല്ലേ, അവളെ പോലെ ഒരു കുട്ടിയെ കിട്ടാന്ന് പറഞ്ഞാ നിന്റെ ഭാഗ്യമാ. ആ സമയം അഭി പറഞ്ഞു, അത് ശരിയാ, അവളൊരു MBA കാരിയും കൂടെയാന്ന് പറഞ്ഞു. അതെ, എനിക്ക് MBA കാരിയല്ല വേണ്ടത്, അറിയാവോ, എന്റെ മനസ്സിനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ, അതെനിക്ക് എന്താണെങ്കിലും കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇനിയിപ്പോ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഒന്ന് നന്നായിട്ട് നിൽക്കുക, നിന്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ വല്ലാതിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് നവീൻ വരുന്നത്. ഒരുത്തനും കൂടെ വന്നു ഇനിയിപ്പോ ഉപദേശിക്കാനായിട്ട് എന്ന് അനി പറയണം. നവീൻ വന്നിട്ട് പറഞ്ഞു, എടാ നിന്റെ എൻഗേജ്മെന്റ് എന്ന് ആ സമയത്ത് ഇങ്ങനെയാണോ, മുഖം കടന്നിൽ കുത്തിയ പോലെയൊക്കെയാണ് ഇരിക്കണമെന്ന് ചോദിച്ചു. ഇനിയിപ്പൊ നിന്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം നവീൻ പറഞ്ഞു, ഇന്ന് അടിച്ചു പൊളിക്കേണ്ട ദിവസം അല്ലേടാ, നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ട ദിവസമാ, അവന്തിക നല്ല പെൺകുട്ടിയല്ലേ. അത് കേട്ടപ്പോ എനിക്ക് നല്ല ദേഷ്യം വന്നേ, നല്ല പെൺകുട്ടിയാണ് പോലും, എന്നിട്ടാണ് ഇവന് വേണ്ടാതെ വെച്ചത്. ആ സമയം അനി പറഞ്ഞു, അതെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അനി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം അഭി ചോദിച്ചു, അല്ല എന്തായി നവീനെ നിന്റെ കാര്യങ്ങളൊക്കെ, നിന്റെ കല്യാണം ഒന്നും നടക്കണില്ലല്ലോ, എന്താ നിനക്ക് കല്യാണം വേണ്ടേന്ന് ചോദിച്ചു. അതൊക്കെ സമയത്ത് നടന്നോളും അവിയേട്ടാ, എന്താണെങ്കിലും അതിന് സമയമായിട്ടില്ല, എന്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്, പിന്നെ അതിന് അമ്മ സമ്മതിക്കുവാണെങ്കിൽ പിന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോടും പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ കല്യാണം നടക്കും, അതിന് അധികം താമസമൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, എങ്കിൽ പറ, ഞങ്ങളോട് പറ, ആരാ നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി. അതെ ഇപ്പോഴെന്താണെന്ന് പറയണില്ല, കുറച്ചൊരു സാവകാശം പറയാൻ ഓർത്തോണ്ട, എന്റെ വീട്ടിലൊന്നും സമ്മതിച്ചോട്ടെ, അങ്ങനെ സമ്മതിക്കുവാണെങ്കിൽ ആദർശനോട് നിങ്ങളോടൊക്കെ ഞാൻ പറയാന്ന് പറഞ്ഞു. എനിക്കത് കേട്ട് ഇനിയിപ്പോ സങ്കടമായിപ്പോയി, നന്ദുവാണ് അവന്റെ മനസ്സിലുള്ള പെൺകുട്ടി, അവളെ സ്വന്തമാക്കാനായിട്ടാ. ഇനിയിപ്പം ഞാനും അനാമിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ. ആ സമയത്ത് നവീൻ പറഞ്ഞു, എടാ ഇനി നിന്നെ ഞാനും കൂടെ ചേർന്ന് ഒരുക്കാം, വേണ്ട ഈ ഒരുക്കമൊക്കെ ധാരാളം മതിയെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ദേഷ്യമായിരുന്നു. ഇതേ സമയത്ത് അവന്തിക റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നയന അങ്ങനെ നല്ല സുന്ദരിയാക്കി. അപ്പോഴേക്കും ദേവേനി വന്നിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ആ സമയം ജലജ പറഞ്ഞു, എങ്ങനെ സൂപ്പർ അല്ലാതാവാതിരിക്കും, കേരളത്തിലെ നമ്പർ 1 ഡിസൈനർ അല്ലേ ഒരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് നയനയോട് ദേവേനി പറഞ്ഞു, ഇനിയിപ്പം മോള് 7ാം മാസ ചടങ്ങിന് അങ്ങോട്ട് പോവുമല്ലോ, കാരണം ചിങ്ങത്തിലായിരിക്കും കല്യാണം, അപ്പൊ പിന്നെ 7ാം മാസത്തിന് പോയിട്ടുണ്ട്, പിന്നെ കല്യാണത്തിന് വരുള്ളായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അമ്മേ ഞാൻ പോയാലും എന്നെ അമ്മ അവിടെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ, എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരില്ലേ, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജയുടെ ഒക്കെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും
ഭയങ്കര സന്തോഷം അഭിനയിച്ച് അവന്തി പറഞ്ഞു, അത് നല്ല ഏട്ടത്തി, ഏട്ടത്തി അവിടെ പോയി നിൽക്കണ്ട, ഇവിടെ നിന്നാ മതി, ഉം, എനിക്കൊരു കൂട്ടായല്ലോ എന്നൊക്കെ പറഞ്ഞു. ഉം, അങ്ങനെ അവര് ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ നയനയ്ക്കൊക്കെ അറിയാം ഈ പറയുന്ന അനിക്ക് ഇതുവരെ ആയിട്ട് സമ്മതമല്ല. കാരണം അനി ഇപ്പോഴും വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല, ഇടഞ്ഞു തന്നെ നിൽക്കുന്നതെന്നുള്ള കാര്യം. ഈ സമയത്ത് കനക നവ്യയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. നവ്യയാണെങ്കിലോ അപ്പുറത്ത് മാറിപ്പോയി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും വിവാഹം മുടക്കണമെന്ന് കരുതിയിരിക്കുന്ന ഇതുവരെയായിട്ടും അതിനൊരിതായിട്ടില്ല. കനക വന്നിട്ട് ചോദിച്ചു, നീ എന്താടി ഇവിടെ മാറി നിൽക്കുന്നേ, എല്ലാത്തിനും നീയും കൂടെ ഓടി നടന്ന് ചെയ്യേണ്ടല്ല കാര്യങ്ങളൊക്കെ, എന്ത് ചെയ്യാനായിട്ട്, ഞാനെന്തിനാ അങ്ങോട്ടേക്ക് വരുന്നേ, ഞാൻ അങ്ങോട്ട് വന്നില്ലേലും ഈ കല്യാണം നടക്കാനുള്ളതാണ് നടന്നിരിക്കുമെന്ന് പറഞ്ഞു. "ഉം, ഒന്നുമില്ലേലും നീ ഈ വീട്ടിലെ ഒരു അംഗമല്ലേ." "ഓ, വീട്ടിലെ അംഗം, എനിക്ക് അത്ര ഇതൊന്നും തോന്നുന്നില്ല" എന്ന് പറഞ്ഞു. എടി, നിനക്ക് ഈ വീട്ടുകാരുടെ സ്നേഹം ഉണ്ടെങ്കിൽ ആ ഏൻ ജ്വല്ലറിന്ന് റിസൈൻ ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കയറാൻ നോക്ക്, വേറെ എന്തെങ്കിലും ഒരു ജോലി. "ഓ അതെ, എനിക്ക് ഒന്നുമില്ലാതിരുന്ന സമയത്തെ ഏൻ ജ്വല്ലറിക്കാരെ എന്നെ കരകയറ്റിയത്, അതുകൊണ്ട് അവിടുന്ന് ഞാൻ എന്താണല്ലോ ഇറങ്ങാൻ പോകുന്നില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്." "ഉം, അതെ, അതങ്ങനെയാണല്ലോ, നിന്നോട് എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ല. ആ അബിയുടെ സ്വഭാവത്തെക്കുറിച്ചും എല്ലാം നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞ, എന്നിട്ടും അവൾക്ക് ഇപ്പോഴും അവനെന്ന് വെച്ചാല് ഞാനൊന്നും പറയണില്ല." അപ്പോഴേക്കും അബി പറഞ്ഞു, അതെ, അബി എന്റെ ഭർത്താവാ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, എനിക്ക് അബിയെ അറിയാന്ന് പറഞ്ഞു. നീ വിശ്വസിച്ചോടി, ഹ, അറിയാത്ത വെള്ള ചൊറിയും പറയൂന്ന് പറയുന്ന പോലെ നിനക്കിട്ട് പണി കിട്ടി കഴിയുമ്പോൾ നീ മനസ്സിലാക്കോളെന്ന് പറഞ്ഞു. അതെ, ഇത് കൂടുതലൊന്നും പണി കിട്ടാനൊന്നുമില്ല, എനിക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, മനസ്സിലായാലോ, കൂടുതൽ ആരും എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. എനിക്ക് ഈ ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ല, അവന്തികയായിട്ട് വിവാഹം കഴിക്കുന്നതിന്, എന്നിട്ട് എല്ലാവരും കൂടെ നിർബന്ധിച്ച് അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന, പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് വന്ന് നിൽക്കണം എന്ന് ഒരു താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കന പറഞ്ഞു, നീ നന്നാവില്ല എന്ന് തന്നെ തീരുമാനിച്ചോ? അതെ, ഞാൻ നന്നാണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിപ്പം മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം, അതിപ്പം കുട്ടി ഒഴിച്ചോണ്ട് നടക്കേണ്ട കാര്യമില്ലെന്നൊക്കെ ദേഷ്യം അഭിനയിച്ച് കനകയോട് സംസാരിക്കുകയാണ്. നവ്യയുടെ മനസ്സിൽ എന്താണെന്ന് കനയ്ക്ക് അറിയില്ല. നവ്യക്കറിയാം എല്ലാവരുടെ കൂടി ഇങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, തൻ്റെ മനസ്സിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് ആരും അറിയാൻ പാടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നവിക്കുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.